ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ടിരുന്ന ഒപ്പം തന്നെ എൻ്റെ ചേച്ചിയാണിത്. ചേച്ചിക്ക് 10 വർഷം, മൂത്ത കൊച്ചിന് 10 വയസ്സ്. അത് കഴിഞ്ഞ് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തപ്പോൾ അവർക്കും ഇതുപോലെ കുഞ്ഞുങ്ങളുണ്ടാകാൻ ഇച്ചിരി ലേറ്റായി. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ചേച്ചിക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ കൊടുക്കണമെന്ന് പറഞ്ഞു. ചേച്ചിക്ക് ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചേച്ചി പ്രഗ്നൻ്റായി. അപ്പം 20 വീക്സിൽ ഒരു അനോമിനൽ സ്കാൻ ഉണ്ടായിരുന്നു. ആ അനോമിനൽ സ്കാനിൽ ചേച്ചിയുടെ കൊച്ചിന് ഡൗൺ സിൻഡ്രോം ആണെന്ന് പറഞ്ഞു. ചേച്ചി വന്ന് കിടന്ന് ഒന്നും മിണ്ടത്തില്ലാതെ കരച്ചിൽ. ചേട്ടനും മൊത്തം എല്ലാവരും തന്നെ ഡൗൺ ആയി. കാരണം ഞങ്ങൾ ഫൈനാൻഷ്യലി ഒന്നും അത്ര സ്റ്റേബിൾ ആയിട്ടില്ലായിരുന്നു. ഒരു ഡൗൺ സിൻഡ്രോം ഉണ്ടാകുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ മുന്നോട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടണമെന്ന് നമുക്കറിയാവുന്നത് കൊണ്ട്, പിന്നെ എങ്ങനെയാണെന്നുള്ളതുമൊക്കെ നമുക്ക് ഒരു ഇതുവരെ നമുക്ക് അറിയാവുന്നത് കൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ. അവസാനം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ചേച്ചിക്ക് 10 വയസ്സുള്ളൊരു മോനും ഉണ്ട്. ചേച്ചിയും മോനും ചേട്ടനും ഞാനും എല്ലാവരും കൂടി രാവിലെയും വൈകിട്ടും ഉടമ്പടി പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലി. അങ്ങനെ അവസാനം ഇവളുടെ ഡെലിവറി കഴിഞ്ഞു. ഞങ്ങൾക്ക് അത് തന്നെയായിരുന്നു ടെൻഷൻ. ചേച്ചി ആദ്യമേ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി ഓക്കെ ആണോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ചേച്ചിക്ക്. അങ്ങനെ അവസാനം കുഞ്ഞുണ്ടായി. ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞിനൊരു കുഴപ്പമില്ല.